السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الرحمة والزحمة وفي النعمة والنقمة وفي البلاء والعطاء. وصلى الله على نبينا محمد صلى الله عليه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أيد الله بقوم قادة وسعدة هاجروا وجاهدوا ناصروا للملة باذلوا لدينهم نفوسهم ما لهم إلا رضا الله العظيم القدرة. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ച പോലെ പടച്ച റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു പരിപാടി എന്നതിൽ കവിഞ്ഞ് അംഗബലത്തിന്റെ ശക്തി പ്രകടനത്തിന്റെ ഒന്നും ലക്ഷ്യം ഇതിനില്ല എന്ന ആമുഖത്തിലെ ആ ചില വരികൾ മാത്രം മതി ഈ പരിപാടിയുടെ പ്രാധാന്യം ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും. ഹക്കീമും അലീമും അല്ലാമൽ ഗയൂബുമായ പടച്ചറപ്പ് ഹ്രസ്വകാലത്തെ ജീവിതത്തിനായി ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് നമ്മളെ അയക്കുകയും അവൻ തീരുമാനിച്ച ഒരു ദിവസം നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയും ചെയ്യും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ലോകത്ത് വന്നയാളുകൾ മുഴുവനും പോയി എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കുവാനും നമ്മളെ പഠിപ്പിക്കുവാനുമാണ്. ബാക്കിയാകുന്നത് ഒരേ ഒരുത്തൻ മാത്രമാണ്. അവനാണ് അല്ലാഹു. ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവനെന്നും ജീവിച്ചിരിക്കുന്നവൻ. ലാ തഖുദുഹു സിനത്തും വലാ നൗം. ഒരു മയക്കമോ ഉറക്കമോ അവനെ പിടികൂടാത്തവൻ. അവനെ പരിചയപ്പെടുത്താൻ വേണ്ടി ലക്ഷക്കണക്കായ പ്രവാചകന്മാർ കടന്നു വന്നു. അബൂനാബുൽ ബശർ ആദം അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ലക്ഷങ്ങളായ ആളുകൾ വന്നിട്ട് നാഥനെ പരിചയപ്പെടുത്തി. ഈ അല്ലാഹ് ഒരേ ഒരുത്തൻ മാത്രമാണ്. അവനാണ് മനുഷ്യന് വാസയോഗ്യമായി ഭൂമി തന്നത്. വൽ അർള വദഅഹാ ലില്ലനാം. അവനാണ് മനുഷ്യന് വേണ്ടി മഴ വർഷിപ്പിച്ചു തന്നത്. വഅൻസല മിനസ്സമാഇ മാആ.
അവനാണ് സസ്യലതാദികൾ മനുഷ്യന് ഉൽപ്പന്നമായി ഭക്ഷ്യയോഗ്യമായത് തന്നത്. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. ഹാറൂൻ റഷീദ് രാജ്യം ഭരിക്കുന്ന ഒരു കാലം ഓർത്തുപോയതാണ്. അബ്ബാസിയ ഖിലാഫത്തിന്റെ പ്രശോഭിതമായ കാലഘട്ടമാണ്. അന്നൊരാള് വന്നിട്ട് അദ്ദേഹത്തിന്റെ ഉപദേശകൻ വന്ന് പറഞ്ഞു, അത്രേ യാ അമീറൽ മുഅ്മിനീൻ, വരൾച്ച കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടാൻ തുടങ്ങി. വല്ലാത്ത കൊടിയ വരൾച്ചയാണ്. ഈ വരൾച്ച ഇങ്ങനെ നീണ്ടുപോയാൽ ആളുകൾക്ക് ഒരു തുള്ളി വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ഈ രാജ്യഭരണത്തിന് നേതൃത്വം നൽകുന്ന നിങ്ങൾക്ക് പോലും ഒരു തുള്ളി വെള്ളമില്ലാതെ പ്രയാസപ്പെടുമെന്ന് പറഞ്ഞപ്പോ, വേണ്ടി വന്നാൽ ഏത് നാട്ടിൽ നിന്ന് എന്ത് ചെലവ് കൊടുത്തിട്ടാണെങ്കിലും ഞാൻ എനിക്ക് വേണ്ട ദാഹജലം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് കുടിക്കുമെന്ന് പറഞ്ഞപ്പോ, ഈ ഇബ്നു സാമാഖ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഉപദേശകൻ അടുത്ത ചോദ്യം ചോദിച്ചു, അങ്ങനെയെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം രാജ്യത്തിന്റെ പകുതി വിറ്റിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് കുടിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മൂത്രമായി പുറത്തു പോകേണ്ട കുറെ സംഗതികളുണ്ടല്ലോ. ഒരു ഗ്ലാസ് വെള്ളം മനുഷ്യന്റെ ശരീരത്തിലെത്തിയാൽ അത് ആവശ്യമുള്ളത് ശരീരം സന്നിവേശിക്കപ്പെട്ടതിന് ശേഷം അതിനാവശ്യമായത് വിസർജ്യമായത് പുറന്തള്ളണമെന്ന് ശരീരത്തിനൊരു നിയമമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ കഴിയാതെ നിങ്ങൾ പ്രയാസപ്പെടാൻ തുടങ്ങിയാൽ എന്തു ചെയ്യുമെന്ന അടുത്ത ചോദ്യത്തിന് ഇബ്നു സാമാഖിനോട് ഹാറൂൻ റഷീദ് പറഞ്ഞു, വേണ്ടി വന്നാൽ എന്റെ രാജ്യത്തിന്റെ വിഷഗ്വരന്മാരെ കൊണ്ടുവന്ന് വൈദ്യന്മാരെ കൊണ്ടുവന്ന് ചികിത്സിക്കും. എത്ര ചെലവ് ചെയ്യാൻ കഴിയും? വേണ്ടി വന്നാൽ ഈ നാടിന്റെ പകുതി കൊടുക്കും. എന്നിട്ട് ഞാൻ നല്ല ഒരു ഡോക്ടറെ കൊണ്ടുവരും. നേരത്തെ പറഞ്ഞത് ഓർത്തിട്ടാണോ അല്ലയോ അങ്ങനെ പറഞ്ഞതെന്നറിഞ്ഞൂടാ. അപ്പൊ ഇബ്നു സാമാഖ് തിരിച്ചു ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, പ്രവിശാലമായ അങ്ങയുടെ ഭരണപ്രദേശത്തിന്റെ വിലയും ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന്റെ വിലയും സമമാണോ? ഫറഅയ്തുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ർ അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ അത് മേഘങ്ങളിൽ നിന്നിറക്കിയത്, അതോ നമ്മളാണോ എന്ന് അല്ലാഹുവിനൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് മനുഷ്യന് വേണ്ട സകലമായ ഉപകാരങ്ങളും ചെയ്യുന്ന റബ്ബ്, ഈ അനുഗ്രഹങ്ങൾ വാരിക്കോരി തരുന്ന റബ്ബ്, വഇൻ തഉദ്ദൂ നിഅ്മതല്ലാഹി ലാ തുഹ്സുഹാ, എണ്ണിക്കണക്കാക്കാനാവാത്ത അനുഗ്രഹങ്ങൾ മനുഷ്യന് പാരാവാരം പോലെ വാരി വിതറി തന്ന ഹക്കീമും അലീമും അല്ലാമുൽ ഗുയൂബും സർവശക്തനുമായ റബ്ബ്, അവൻ നമ്മളെ പഠിപ്പിച്ചതെന്തെന്നറിയുമോ? നിങ്ങളെ ജീവിതത്തിലെ വിഷമം വരുമ്പോ, നിങ്ങൾക്ക് പ്രയാസം വരുമ്പോ, നിങ്ങൾക്ക് പ്രതിസന്ധികൾ വരുമ്പോ, നിങ്ങളെ പ്രിയപ്പെട്ടവർ മരിച്ചു പോകുമ്പോ, നിങ്ങൾ സാമ്പത്തികമായി നഷ്ടങ്ങളിൽപ്പെട്ട് ജീവിത പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോ നിങ്ങൾ തേടേണ്ടത് അല്ലാഹുവിനോട് മാത്രമാണ്. വന്നുപോയ മുഴുവൻ നബിമാരും അതല്ലേ പഠിപ്പിച്ചത്. ആദം നബി അലൈഹിസ്സലാം മുതൽ അത് യൂസുഫ് നബിയാകട്ടെ, ഇബ്രാഹിം നബിയാകട്ടെ, ഏത് വന്നുപോയ സകല നബിമാരുമാകട്ടെ, അവരുടെയൊക്കെ ദുആ പലതും ഖുർആനിലുണ്ട്. എല്ലാ ദുആയും അല്ലാഹുവിനോട് മാത്രം. രാജാധികാരത്തിന്റെ തണലിൽ ജീവിച്ച യൂസുഫ് നബിയുടെ ദുആ, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എനിക്ക് നീ സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നവൻ, എനിക്ക് നീ രാജാധികാരം തന്നവൻ, വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ റബ്ബേ, അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എന്റെ സഹായി. അതുകൊണ്ട് തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണമേ.
വന്നുപോയ മുഴുവൻ പ്രവാചകന്മാരും അതാ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് തഴവാ മൗലവി തന്റെ അൽമവാഹിബുൽ ജലീൽ പറഞ്ഞത്, ആവശ്യമെന്തുണ്ടെങ്കിലും കുഴങ്ങണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടുവാൻ മടിക്കണ്ട, തുറക്കും ക്ഷണം വിളിയുള്ളതാ അത് സോദരാ, ഖുർആനിലായി നമ്മോട് കൽപ്പിച്ചുള്ളതാ. കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബ പിന്നെയും, ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ. പ്രാർത്ഥന ഇബാദത്ത ഹബീബേ എന്ന് നുഅ്മാനവര് പറയുന്നു നബിയിൽ നിന്ന്. അത് മാത്രമല്ല ഇബാദത്തിനത് മജ്ജയാ. അദ്ദുആ ഹുവൽ ഇബാദ, അദ്ദുആ മുഖുൽ ഇബാദ. എത്രയോ പ്രാർത്ഥനയെപ്പറ്റി ദുആയെപ്പറ്റി നമ്മളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് മുഴുവൻ റബ്ബിനോട് ദുആ ചെയ്യാനാണ്. ആരുമില്ല റബ്ബേ നീയല്ലാതെ, എന്നെ രക്ഷിക്കാൻ നീയല്ലാതെ ആരുണ്ട് റബ്ബേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഒരിക്കൽ സഹധർമ്മിണി ചോദിച്ചു, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ജീവിതത്തിനിടയിൽ ഈ കണ്ടകാലത്തെ പ്രബോധനത്തിനിടയിൽ അങ്ങേക്ക് ഏറ്റവും വിഷമം തോന്നിയ ദിവസം ഏതാണ്? അങ്ങക്ക് വിഷമം തോന്നിയ, അങ്ങേക്ക് പ്രയാസം തോന്നിയ ദിവസം ഏതാണ്? അപ്പോൾ വന്ന ഉത്തരം, എന്റെ ത്വായിഫിലേക്ക് ഞാൻ പോയ ദിവസമാണ്. എന്റെ പ്രിയപ്പെട്ടവർ എന്നെ സഹായിക്കുമെന്ന് കരുതി പോയതാണ്. ആമിന എന്ന് പറയുന്ന ഉമ്മയുടെ കുടുംബക്കാരുടെ അടുത്തേക്ക് പ്രതീക്ഷയോടുകൂടി പോയതാണ്. പക്ഷേ ത്വായിഫുകാര് മുഴുവൻ കല്ലെറിഞ്ഞോടിച്ച ദിവസം, ചോരയൊലിച്ച ദിവസം, ഒരു മലയുടെ ചുവട്ടിലിരുന്ന് കരഞ്ഞ ദിവസം, മലക്ക് വന്ന് ചോദിച്ച ദിവസം, ഈ ത്വായിഫുകാരെ മുഴുവൻ നശിപ്പിക്കാം അങ്ങേക്ക് സമ്മതമാണെങ്കിൽ ആ നേരത്ത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സകല ലോകത്തിനും കാരുണ്യമായിട്ടല്ലാതെ നബിയേ നിങ്ങളുടെ നാമം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ഈ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്റെ ത്വായിഫ് യാത്ര. അത്രമേൽ വിഷമം തോന്നിയ ഒരു ദിവസം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അന്ന് ഈ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ മലയുടെ ഈ മലയെടുത്തുകൊണ്ട് അവരെ നശിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂന, അല്ലാഹുവേ അവർക്ക് പുറത്തു കൊടുത്തു, അവർ വിവരമില്ലാതെ ചെയ്തതാണ് എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പോരുമ്പോ അവിടെ നടത്തിയ ഒരു പ്രാർത്ഥന ഹദീസുകളിൽ കാണാം. അല്ലാഹുവേ ആർക്കാണ് എന്നെ നീ വിട്ടുകൊടുക്കുന്നത്, റബ്ബേ ആർക്കാണ് എന്നെ നീ എറിഞ്ഞു കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് കനം തൂങ്ങിയ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് കാണുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഏത് പ്രയാസത്തിന്റെ ഘട്ടത്തിലും, ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും, ഏത് വിഷമങ്ങളൊന്നാകെ പൊതിഞ്ഞു വന്നപ്പോഴും അവര് തേടുന്നത് അല്ലാഹുവിനോട് മാത്രമാണ്. ഇതാണ് വിശ്വാസത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമ, വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ആ വിശ്വാസത്തെ ഒരു തരത്തിലും അക്രമം പൊതിഞ്ഞിട്ടില്ലെങ്കിൽ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്. അവർക്ക് പേടിക്കാൻ അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയുമില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോടാണ് പറഞ്ഞത്, അല്ലാഹുവേ നീ തരുന്നത് തടുക്കാൻ ഒരാളില്ല, വലാ മുക്തിയ ലിമാ മനഅത, നീ തടുത്തത് നൽകാനും ഒരാളില്ല റബ്ബേ. ഇതാണ് വിശ്വാസത്തിന്റെ കാതൽ. ഇത് വിശ്വാസിയുടെ ജീവിതത്തിന്റെ പൊരുൾ അത് തന്നെയാണ്. അജബൽ ലി അംറിൽ മുഅ്മിനി, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. അവന് നന്മ വന്നാൽ അവൻ അല്ലാഹുവിനെ സ്തുതിക്കും, കൂലി രേഖപ്പെടുത്തുന്നു. അവന് വിഷമം വരുമ്പോൾ അവൻ ക്ഷമിക്കുന്നു, അതിനും കൂലി കിട്ടുന്നു. ഇത് ലോകത്ത് സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്ക് നടക്കാനാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ വാർദ്ധക്യത്തിൽ, അവിടുത്തെ 60-ാമത്തെ വയസ്സിൽ ഒരു വസന്തം പോലെ കിട്ടിയ ഒരു കനിയായ ഇബ്രാഹിം എന്ന കുഞ്ഞുമോൻ
വൃദ്ധ കർഷകന്റെ വരണ്ട ഭൂമിയിലെ ഒരു ചെടി മുളച്ച് പൊന്തിയപ്പോ അതിനോട് കർഷകൻ കാണിക്കുന്ന വല്ലാത്ത താല്പര്യം കണക്കെ മക്കളൊക്കെ മരണപ്പെട്ടു പോയപ്പോ, ആൺമക്കളൊക്കെ വിട പറഞ്ഞു പോയപ്പോ, അബ്തറാണ് മുഹമ്മദ് എന്ന് പറഞ്ഞ് ഖുറൈശികൾ കളിയാക്കിയപ്പോ, മുഹമ്മദുൻ അബ്തറുൻ, മുഹമ്മദ് വലറ്റവനാണ്, അവന് ജനിച്ച ആൺമക്കളൊക്കെ മരണപ്പെട്ടു പോയി. പണ്ട് ഖാസിം വിട പറഞ്ഞു പോയി, അതുപോലെ അബ്ദുള്ള വിട പറഞ്ഞു പോയി. അങ്ങനെ ആൺമക്കളൊക്കെ വിട പറഞ്ഞു പോയതിൽ അവര് കളിയാക്കിയപ്പോ ഇപ്പൊ ഇബ്രാഹിം എന്ന കുട്ടിയെ അല്ലാഹ് കൊടുത്തപ്പോ ഇബ്രാഹിമിനോട് കാണിച്ച സ്നേഹം എത്ര വലുതാണ്. ഇബ്രാഹിമിനെ ഉമ്മ വെക്കുന്ന പോലെ ഒരു കുഞ്ഞിനെയും ഒരു പിതാവും വാരിയെടുത്ത് മുത്തുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് പറയുന്നത് അനസ് റളിയല്ലാഹു അൻഹു ആണ്. ആ ജീവിതം നോക്കിക്കണ്ട അവിടുത്തെ ഭൃത്യനായി, അവിടുത്തെ ഖാദിമായി 8 കൊല്ലവും 10 കൊല്ലവും കൂടെ കഴിഞ്ഞ അനസ് റളിയല്ലാഹു എന്ന് പറയാണ്, ഇങ്ങനെ മുത്തുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അത്ര കൂടുതൽ ഇബ്രാഹിമിനെ സ്നേഹിച്ചു പോയി. പക്ഷേ അള്ളാന്റെ തീരുമാനം നോക്കണം. 1.5 വയസ്സ് ഇബ്രാഹിമിനായപ്പോ റബ്ബേ അള്ളാന്റെ തീരുമാനം മാറ്റാൻ ആരെ കൊണ്ട് കഴിയാനാണ്? വിവരം കിട്ടി ഇബ്രാഹിമിനെന്തോ അസുഖമുണ്ട്, നിങ്ങൾ പെട്ടെന്ന് വന്നാലും. ആ വാർത്ത പോലും എത്ര വിഷമം പിടിച്ചതാണ്. പെട്ടെന്നൊന്ന് പുറപ്പെട്ടാലും ഓടിയെത്തി നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാരിക്കോരിയെടുത്ത ഇബ്രാഹിമിന്റെ മുഖത്തെ, ഇബ്രാഹിമിന്റെ കണ്ണുകളിൽ മരണം നോക്കി കണ്ടു. അത് അവസാനത്തെ നോട്ടം ഇബ്രാഹിം നോക്കുകയാണ്, കൈകാലുകൾ പിടക്കുകയാണ്. നിങ്ങളുടെ ആത്മാവിനെ മരണത്തിന്റെ നേരത്ത് നിങ്ങളുടെ റൂഹ് നിങ്ങളുടെ കണ്ണുകൾ ആ റൂഹിനെ പിന്തുടരുന്നു എന്ന റസൂലുള്ളാഹിന്റെ വാക്ക് അന്വർത്ഥമാക്കുന്ന പോലെ ഇബ്രാഹിം ഒരു തുറിച്ച നോട്ടം നോക്കിയപ്പോ ഇബ്രാഹിമും വിട പറയുകയാണെന്ന് ബോധ്യമായപ്പോ ഇന്നാല മഹ്ദൂനുൻ ലഫിറാഖുക യാ ഇബ്രാഹിം, പൊന്നുമോനെ ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ടടാ മോനെ. പക്ഷേ ഇത് അല്ലാഹുവിന്റെ വിധിയാണ്, ഇതെനിക്ക് സഹിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്നവരെ ഈ ചരിത്രം ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. അന്നത്തെ രാത്രി മദീനയിൽ ഒരു ചന്ദ്രഗ്രഹണമുണ്ടായി. അപ്പോൾ ജൂതന്മാര് പറയാൻ തുടങ്ങി, മുഹമ്മദിന്റെ കുട്ടി മരണപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ചന്ദ്രഗ്രഹണം ഉണ്ടായിട്ടുള്ളത് എന്ന്. മുസ്ലിമീങ്ങളിൽ ചിലർക്കും തോന്നിപ്പോയി അതൊരു ശരിയാകാം. കാരണം റസൂലുള്ളാഹിന്റെ ഇന്നത്തെ കരച്ചിൽ കണ്ടപ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് ഒരു ചോദ്യമുണ്ട്, യാ റസൂലല്ലാഹ്, ഇതെന്ത് കണ്ണുനീര്? ഹാദിഹി റഹ്മത്തുൻ ജഅലഹാ അല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി, അല്ലാഹു അവന്റെ അടിമകളുടെ ഹൃദയത്തിലിട്ട കണ്ണുനീരാണിത്, ആ കാരുണ്യമാണിത്, ഇത് ഒഴുകിത്തീരേണ്ടതാണെന്ന് പറഞ്ഞ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. സ്വാഭാവികമായും അവരും കരുതി റസൂലുള്ളാഹിന്റെ മകന്റെ വേർപാടിൽ പ്രകൃതിക്കുള്ള ദുഃഖമാണ്. പക്ഷേ ഓർക്കുക പ്രിയപ്പെട്ട സഹോദരന്മാരെ, അന്ന് മദീന പള്ളിയുടെ മിമ്പറിൽ റസൂലുള്ളാഹി കയറി നിന്നു എന്നാണ്. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയത്താനി മിൻ ആയാത്തില്ലാഹ്, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട 2 ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്. ഒരാളുടെ മരണവുമായോ ഒരാളുടെ ജനനവുമായോ അതിന് ബന്ധമില്ല. അതാണ് നമ്മുടെ അവരുടെ വ്യത്യാസം. നമ്മളൊരാളെയൊക്കെ വെക്കാണേക്കും, എന്നിട്ട് അയാളിങ്ങനെ പോവുകയാണ്, പോണ നേരത്തെ ഒരു ഓട്ടോറിക്ഷ മുട്ടും. അപ്പൊ നമ്മളെ ഡയലോഗ് ഉണ്ടാവും, എന്നോട് കളിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതാ വ്യത്യാസം. നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ കരുണക്കടലായ കാരുണ്യത്തിന്റെ ദൂതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ ഈ അന്ധവിശ്വാസത്തിന് മൗനം പാലിക്കാമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രമാണബന്ധമായി വന്നതാണ് വിശ്വസിക്കേണ്ടത്. അപ്പൊ ഇവിടെ സൂചിപ്പിച്ച പോലെ നിങ്ങൾ ഈ റബീഉൽ അവ്വലായിട്ട് നിങ്ങൾ ഒരു മൗലൂദ് കൂടി ഓതിയില്ലല്ലോ എന്ന് പല സ്നേഹിതന്മാരും ചോദിക്കും. നിങ്ങൾക്ക് ഒരു മൗലൂദ് ഓതിക്കൂടെ? മൗലൂദിന് നമ്മുടെ എതിരാണെന്നൊരു പൊതുവെ ഒരു ധാരണ. മൗലൂദ് മദ്ഹാണെങ്കിൽ നമുക്ക് അതിന് എതിർപ്പൊന്നുമില്ല. അങ്ങനെ ആരും മൗലൂദിലുള്ള എല്ലാ വരിയും
തെറ്റാണ് എന്ന് ലോകത്ത് ഒരു മുജാഹിദും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഒരു നല്ല മനോഹരമായ കാവ്യഭാവനുള്ള വരികൾ ഞാൻ വായിച്ചിട്ടുണ്ട്. വളരെ രസകരമായ മനോഹരമായ കുരുവി പാട്ട് പാടുന്ന കാലത്തോളം, മരച്ചില്ലയിലിരുന്ന് കുരുവി പാട്ട് പാടുന്ന കാലത്തോളം അള്ളാന്റെ റസൂലിന് ഗുണമുണ്ടാകട്ടെ. നല്ലൊരു ദുആല്ലേ? മരച്ചില്ലയിലിരുന്ന് കുരുവി പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ എന്നാണ് എന്റെ അറിവ്. ആ ദുആയോട് ആർക്കും എതിർപ്പുള്ളത്? ഒരെതിർപ്പില്ല. പക്ഷേ കുറെ വരികൾ അതിൽ വരുന്നത് ഖുർആനിന് വിരോധമായി വരുന്നു. ഖുർആനിന്റെ നെസ്സായ ആയത്തുകൾക്ക്, കൃത്യമായ ആയത്തുകൾക്ക് എതിരായിട്ട് വരുമ്പോ അപ്പൊ നല്ലത് ഖുർആനാണ്. തൽക്കാലം ആ വരികളോട് നമുക്ക് യോജിപ്പില്ല. ഇത്രയുള്ള പ്രശ്നം. അതിനോട് യോജിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഖുർആൻ വ്യാഖ്യാനിക്കേണ്ട ഒരു ആവശ്യമില്ല. അത്രയുള്ള എന്റെ പ്രശ്നം. നമ്മളൊന്ന് ആലോചിച്ചു. ഒറ്റ ഉദാഹരണം നോക്കൂ. ഈ റസൂലുള്ളാഹിന്റെ ഒരു ഒളിവിനെ പടച്ചു എന്ന് പറഞ്ഞിട്ടാണ് മഖ്ബൂസ് മൗലൂദിന്റെ തുടക്കം തന്നെ. റസൂലുള്ളാഹിന്റെ ഒളിവ് എന്ന് പടച്ചു? സുബ്ഹാനല്ലദി യത്റഅ ഫീ ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയ്യുൽ ഹുദാ വഅൗജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. അതിന്റെ തുടക്കം മഖ്ബൂസ് മൗലൂദിന്റെ തുടക്കം. അതിന് പറയുന്ന റസൂലുള്ളാഹിന്റെ പ്രകാശത്തെ ആദ്യം തന്നെ പടച്ചു എന്ന് ഈ ലോകം പടക്കണീന്റെ മുമ്പല്ലേ എന്ന് പറഞ്ഞ മനുഷ്യന്മാരെയും മറ്റൊക്കെ പടക്കണീന്റെ മുമ്പ് പഠിച്ചു എന്നാണ് അതിൽ പറയുന്നത്. അതിൽ പറയുന്നത് ഖുർആനിന്റെ ചില പ്രയോഗങ്ങൾക്ക് വിരുദ്ധമാണ്. ഒറ്റ ഉദാഹരണം നോക്കുന്നത്, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അള്ളാഹു മലക്കുകളോടൊരു ചർച്ച നടത്തുന്നത് ആർക്കും കാണാം. സൂറത്തുൽ ബഖറയിലെ വളരെ ലളിതമായ പദപ്രയോഗങ്ങളാണ് അള്ളാഹു പോലും ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭൂമിയിലേക്ക് ഞാൻ ഖലീഫയെ ഉദ്ദേശിക്കുന്നു, ഒരു വിഭാഗം ആളുകളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് എന്ന് മലക്കുകളോട് ചോദിച്ചു. വൈദ് കൊല്ല എന്ന് പറഞ്ഞ് തുടങ്ങി. ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ ഖാലൂ. അപ്പൊ മലക്കുകൾ പറയാം, അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു الدماء ونحن نسبح بحمدك ونقدس لك. മലക്കുകളുടെ മറുപടി, ഓ റബ്ബേ, എന്തിനാണ് രക്തം ചൊരിയുന്ന ഒരു വിഭാഗത്തെ നീ പടക്കുന്നത്? പരസ്പരം കുത്തി മലർത്തിയിട്ട് രക്തമൊഴുക്കുന്ന ഒരു വിഭാഗത്തെ എന്തിന് നീ പടക്കണം റബ്ബേ? ഞങ്ങൾ വേണമെങ്കിൽ നിനക്ക് തഖദീസ് ചെല്ലാൻ, നിന്നെ പുകഴ്ത്താം, നിനക്ക് തസ്ബീഹ് ചെല്ലാം, നിനക്ക് എത്ര മേൽ ഇബാദത്തുകളും ഞങ്ങൾ ചെയ്യാം റബ്ബേ എന്ന് മലക്കുകൾ മറുപടി പറയുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. മഖ്ബൂസ് മൗലൂദിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആയിരുന്നു എങ്കിൽ മലക്കുകൾ പറയേണ്ട എന്താണെന്നറിയാം? അതാണ് പഠിച്ച ഒളിവില്ലേ റബ്ബേ എന്നാണ് മലക്കുകൾ ചോദിക്കേണ്ടത്. അത് ചോദിച്ചിട്ടില്ല. സ്വാഭാവികമായി അങ്ങനെ വന്നപ്പോ ഖുർആനിന്റെ ആയത്ത് بذلك يهتدي الحيران ينبوع علم فيه كل ينبعي عرفانه كي يفلح الإنسان. ഖുർആൻ എത്ര ഉന്നതമാണ്, അതിന്റെ മനോഹാരികത എത്ര ഉന്നതമാണ്. അതുപോലെ വേറെ ഒന്നുണ്ടോ? അതുപോലെ സൗന്ദര്യമുള്ള മറ്റൊന്നുണ്ടോ? സകല ഭാഷകളെയും അത് വെല്ലുവിളിച്ചിട്ടുണ്ട്, സകല സാഹിത്യകാരന്മാരെയും അത് വെല്ലുവിളിച്ചിട്ടുണ്ട്. അതിനോട് നേരിടാൻ വന്നവരൊക്കെ വഴിയിൽ നിന്ന് തിരിഞ്ഞു പോയതാണ്. മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അല്ലാഹു ചില മുഅ്ജിസത്തുകൾ പ്രകടമാക്കിയിട്ടുണ്ട്. അതും ചില സ്നേഹിതന്മാർ തെറ്റിദ്ധരിച്ചു. റസൂലുള്ളാഹിക്ക് മുഅ്ജിസത്തില്ല എന്നാണ് ഇവരുടെ വാദം. എന്നൊരു തെറ്റായ ധാരണ. മാന്യ സഹോദരങ്ങളെ, റസൂലുള്ളാഹിക്ക് മുഅ്ജിസത്തില്ല എന്ന് പറയാൻ ഈമാനുള്ള ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമാണോ? അവിടുത്തെ മുഅ്ജിസത്തുകൾ അപാരമാണ്. അവിടുത്തെ ജീവിതത്തിലൂടെ ചില നിർണായക ഘട്ടങ്ങളിൽ അല്ലാഹു തആല അത് പ്രകടമാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? പക്ഷെ വാദം എന്തൊന്നുണ്ട്, ഈ മുഅ്ജിസത്തായാലും ശരി കറാമത്തായാലും ശരി അത് സ്ഥിരമായിട്ട് അവര് പ്രകടിപ്പിക്കുന്ന ഒരു കഴിവല്ല എന്നാണ് നമുക്ക് പറയുന്നത്. അതാണ് അതിന്റെ വസ്തുത. ഒറ്റ ഉദാഹരണം നോക്കുന്നത്, ഒരു യാത്ര
ഹുദൈബിയ സന്ധിക്ക് ശേഷമുള്ള ഒരു യാത്ര. ആ യാത്രയിൽ അവർ രാത്രിയിൽ ഒരിടത്ത് വിശ്രമിച്ചു. സഹാബികൾ സഹീഹ് ബുഖാരിയിൽ ഹദീസ്. ആ രാത്രിയിലെ വിശ്രമം കഴിഞ്ഞ് സുബഹി നമസ്കാരത്തിന്റെ സമയം, പ്രഭാത സമയം, അവരെല്ലാവരും എണീറ്റു. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഞങ്ങൾക്ക് ദാഹമുണ്ട്. ചില ആളുകൾക്ക്, ഞങ്ങളിൽപ്പെട്ട ചില ആളുകൾക്ക് കുളി നിർബന്ധമായ രാത്രിയിലെ ഉറക്കം കാരണം. പക്ഷേ പുലർന്ന നേരത്ത് ദാഹം മാറ്റാൻ തുള്ളി വെള്ളമില്ലാതെ, കുളിക്കാൻ തുള്ളി വെള്ളമില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളിൽപ്പെട്ട ചില ആളുകൾ വെള്ളം അന്വേഷിച്ചു പോയി. മരുഭൂമിയിൽ എവിടെയെങ്കിലും വെള്ളമുണ്ടാകുമെന്ന് കരുതിയിട്ട് പോയപ്പോ അങ്ങനെ നടക്കുന്നതിനിടയിൽ രണ്ട് വെള്ളപ്പാത്രം, രണ്ട് തോൽപാത്രം, രണ്ട് കുടം പിടിച്ചിട്ടൊരു പെണ്ണങ്ങനെ പോകുന്നത് കണ്ടപ്പോ ഞങ്ങൾ ആ സഹോദരിയോട് ചോദിച്ചു, സഹോദരി എവിടെയാണ് വെള്ളമുള്ളത്? അപ്പോൾ ആ പെണ്ണിന്റെ മറുപടി ലാമാ, ഇവിടെ എവിടെയും വെള്ളമില്ല. അത് കേട്ടപ്പോ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. വെള്ളമില്ലെന്ന് പറയുന്നു പെണ്ണ്, പക്ഷേ വെള്ളത്തിൽ പോകുന്നു. അതുകൊണ്ടൊരു കാര്യം ഉറപ്പാണ്, ഇവിടെ അടുത്തെവിടെയോ വെള്ളമുണ്ടെന്ന് ഉറപ്പാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്ത ചോദ്യം ചോദിച്ചു, കംബൈന അഖിലക്കി വബൈനൽ മാ, നിന്റെയും നിന്റെ വീട്ടുകാരുടെയും ഇടയിൽ വെള്ളവുമായിട്ട് എത്ര അകലമുണ്ട്? അഥവാ നീ വെള്ളമെടുത്ത് നിന്റെ വീട്ടിൽ പോകാൻ സമയം എത്ര പിടിക്കുമെന്നാണ് ചോദ്യം. ആ നേരത്താ പെണ്ണ് കാലത്ത് അവൾ മറുപടി പറഞ്ഞത് യൗമുൻ വലൈലത്തുൻ, ഒരു രാത്രിയും പകലുമാണ്. 24 മണിക്കൂർ സഞ്ചരിച്ചിട്ട് വേണം ഈ 2 പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് എനിക്ക് എന്റെ വീടണയാനെന്ന് പെണ്ണ് പറഞ്ഞപ്പോ, അറിയാമല്ലോ ഇന്ന് വർത്തമാനകാലത്ത് കൊടിയ വരൾച്ച നമ്മുടെ നാടിനെ തുടിച്ചു നോക്കുന്ന കാലമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാന്ദർഭികമായി അത് നോക്കേണ്ടതാണ്. ഈ പെണ്ണ് പറയാ 24 മണിക്കൂർ പിന്നിട്ടിട്ട് വേണം എനിക്ക് വീട്ടിലെത്താൻ. അത് കേട്ടപ്പോ സഹാബികളുടെ കണ്ണ് നനഞ്ഞു എന്നാണ്. അവര് പറഞ്ഞു, സഹോദരി, നീ ഞങ്ങളുടെ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന്റെ അടുത്തേക്കൊന്ന് വന്നാലും. അങ്ങനെ ഈ സഹോദരിയെ അവർ തിരിച്ച് റസൂലുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോ ഈ സഹോദരി ചോദിക്കുന്നു, നിങ്ങളുടെ നബി സത്യനബിയോതോ